ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള സ്പേസിൻ്റെ ജേണലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് പശ തേച്ച് ഒട്ടിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുള്ളത് മാതിരി ചെയ്താൽ മതി. അത് ഞാൻ ഈ സൈഡിൽ വെച്ചു. പിന്നെ അങ്ങനത്തെ കുറച്ച് പീസുകൾ എടുക്കുക. ഇങ്ങനത്തെ പ്രിൻ്റ് എടുത്താലും മതി. എന്നിട്ട് അതിങ്ങനെ ഒട്ടിക്കുക സൈഡുകളിൽ. കുറച്ച് പശ വെച്ചാൽ മതി. അതിങ്ങനെ ഈ സൈഡുകളിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. അത്ര മതി. പിന്നെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇങ്ങനത്തെ നമ്മളൊരു കാർഡ് എടുത്തിട്ടാകുമ്പോൾ സ്പേസിന് എഴുതുക, അങ്ങനത്തതും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ സ്പേസിന് എഴുതിയതും ഇതിൻ്റെ തൊട്ടടുത്ത് വെക്കുക. അപ്പോൾ തന്നെ അതിങ്ങനെയായി. ഇനി നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കവാലി സ്റ്റിക്കർ ഇല്ലേ, അപ്പോൾ അതിന് നമുക്കിഷ്ടമുള്ള ഇതെടുത്തിട്ട് അത് ഞാനിങ്ങനെ ഒരു അലങ്കാരത്തിന് ഒട്ടിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഞാനൊരു ഭംഗിക്ക് ഇങ്ങനെ വെറും ഇതാവുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു അലങ്കാരത്തിന് അങ്ങനത്തെ കുറച്ചൊക്കെ ഒട്ടിക്കുക. അതിൽ പലതും ഉള്ളതൊക്കെ ഒട്ടിക്കാം. നല്ല ഒരു സ്പേസ് തീമുകളിലേക്ക് തോന്നുന്നത് ഒട്ടിച്ചാൽ മതി. പിന്നെ ബാക്കി വന്നൊരു പീസ്, ഇങ്ങനത്തെ ഒരു പീസ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ നോക്കുകയാണ്. ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ്. ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇനി ഈ ഒരു സ്കെച്ച് എടുത്തിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കുത്തുകൾ ഒട്ടിക്കും. അവിടെ ഇവിടെയായിട്ട് ഓരോരോ ചെറിയ കുത്തുകൾ ഒട്ടിക്കുക. പിന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കവായി സ്റ്റിക്കേഴ്സ് ഇല്ലേ, നേരത്തെ പറഞ്ഞത്, ബോറാക്കുന്ന ടൈപ്പ് കുറേ വെക്കണ്ട, കുറച്ച് മതി. ഇതിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. പിന്നെ പിന്നെ കവായി സ്റ്റിക്കേഴ്സിൽ ഇങ്ങനത്തെകളൊക്കെ ഉണ്ടാവും. അതാളൊക്കെ എടുത്തിട്ട് ഒട്ടിക്കാം. അതൊക്കെ ഒട്ടിച്ച് നല്ല രസമുണ്ട്. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഒട്ടിച്ചാൽ മതി നമ്മുടെ അടുത്തുള്ളത് മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ സ്കെച്ച് കൊണ്ട് ചിത്രം വരച്ചാലും മതി. ചിത്രം വരച്ചൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഞാനീയൊരു സൈഡിന് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ എത്രയുള്ളൂ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.